ഹലോ, വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നിട്ട് വിശന്നിട്ട് വയ്യ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹസ്ബൻഡ് പറയുന്നത്, എന്നാൽ പിന്നെ നമുക്ക് പോയി മന്തി കഴിച്ചല്ലോ. മനസ്സിലിട്ട് പൊട്ടി. കാരണം ഞാനും മന്തി കഴിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഉള്ള കണ്ട് ഇൻസ്റ്റഗ്രാമിൽ കയറി മന്തി വീഡിയോ ഒക്കെ കണ്ട് ഞാർക്കാ മന്തി കഴിക്കാൻ വേണ്ടി തോന്നുന്നത്. അങ്ങനെ നമ്മൾ നേരെ തൃപ്പൂണിത്തുറയിലുള്ള കഫേ സ്ട്രീറ്റിലേക്ക് വിട്ടു. അവിടെ വലിയ ഹൈപ്പുള്ള മന്തിയൊന്നും അല്ല, പക്ഷേ നോർമൽ മന്തി കിട്ടും. സാധാരണ നമ്മൾ വരാറുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തു, ഓർഡറൊക്കെ കൊടുത്തു. കുറച്ചധികം നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചധികം നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മന്തി വന്നു. എൻ്റേത് വന്നു. അങ്ങനെ ഞാൻ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് കുറച്ച് നോക്കിയിട്ടോ. കുഴപ്പമില്ലായിരുന്നു. പിരി പെരി അൽഫാം മന്തിയായിരുന്നു, അപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ എന്നിട്ടും ഹസ്ബൻഡിൻ്റെ വരുന്നില്ല. അങ്ങനെ നമ്മൾ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തു. പാവം ഫുഡ് വരട്ടെ എന്ന് വിചാരിച്ച് ഞാനും വെയിറ്റ് ചെയ്തു ഗൈസ്. അങ്ങനെ അപ്പോഴാണ് മനസ്സിലാക്കിയത് നമ്മൾ ഒരു ക്വാർട്ടർ മന്തിക്കുള്ള ഓർഡറേ കൊടുത്തുള്ളൂ. ഓർഡർ ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. പറഞ്ഞ് അവർക്ക് മനസ്സിലായില്ല. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ഓക്കെ, അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം പുള്ളിയുടെ മന്തി വന്നു. അപ്പോൾ ഞാനാരായി ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്? എടാ, പുള്ളി നല്ല ചൂടുള്ള മന്തിയും കഴിച്ചു, ഞാൻ നല്ല തണുത്ത മന്തിയും കഴിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു പാഠം പഠിച്ചു. നമ്മൾ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യരുത് ഗൈസ്. നമുക്ക് ചൂടുള്ള മന്തിയൊന്നും കിട്ടത്തില്ല, നമ്മൾ ആ തണുത്ത തന്നെ കഴിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് അത് നിങ്ങൾ ആദ്യം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോവുക. മന്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ മന്തി ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. നോർമൽ മന്തി, നോ ഹൈപ്പ്, നത്തിങ്. നോർമൽ മന്തിയായിരുന്നു. ഓക്കെ, ബൈ ബൈ. പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ.